ടി.പി. കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കാനുള്ള നീക്കം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ചോദ്യം ചെയ്താണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കെ രമ MLA നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല. സർക്കാർ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നതായാണ് പ്രതിപക്ഷ ആരോപണം. റോഷിപാൽ വിശദാംശങ്ങളുമായി. അപൂർവതകളിൽ ഒന്നാണ് റോഷിപാൽ, കെ രമ MLA തന്നെ നിയമസഭയിൽ ടി.പി. ചന്ദ്രശേഖരൻ്റെ പ്രതികളെ മോചിതരാക്കാനുള്ള ശ്രമത്തിനെതിരെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുക. കെ രമ എന്തൊക്കെയാണ് അടിയന്തര പ്രമേയ അവതരണാനുമതി തേടിക്കൊണ്ട് പറഞ്ഞത്? നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കാനുള്ള നീക്കം നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ രമ MLA അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് കെ രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ്. അടിയന്തര പ്രമേയത്തിന് പക്ഷേ സ്പീക്കർ അനുമതി നൽകിയില്ല. സർക്കാർ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള ആരോപണം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് സഹായം സർക്കാർ ഭാഗത്ത് നിന്ന്, ജയിലധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള പ്രതിപക്ഷ ആരോപണമാണ് ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അടിയന്തര പ്രമേയമായി ടി.പി. ചന്ദ്രശേഖരൻ്റെ ഭാര്യ വടകര MLA കെ രമ ആണ് നിയമസഭയിൽ ഉന്നയിച്ചത്. അക്കാര്യത്തിൽ അവതരണാനുമതി നൽകാൻ, അതായത് നിയമസഭയിൽ ആ വിഷയം അടിയന്തര പ്രമേയത്തിന് നോട്ടീസായി തന്നെ പരിഗണിക്കാൻ സ്പീക്കർ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. റോഷിപാൽ വിശദാംശങ്ങളുമായി. റോഷിപാൽ, എന്താണ് സംഭവിച്ചത് നിയമസഭയിൽ? റോഷിപാലിന് കേൾക്കാമെങ്കിൽ അടിയന്തര പ്രമേയ നോട്ടീസിൽ എന്താണ് പറയുന്നത് റോഷി? ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാനപ്പെട്ട 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി അവരെ ജയിൽ മോചിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കം അത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. RMP നേതാവ് കെ രമ നൽകിയ നോട്ടീസാണ് സ്പീക്കർ പരിഗണിക്കാതെ തള്ളിയത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ട് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെ മോചിപ്പിക്കുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ആശങ്ക അത് സഭ നിർത്തി ചർച്ച ചെയ്യണം എന്ന ആവശ്യമാണ് കെ രമ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. പക്ഷേ സ്പീക്കർ നേരത്തെ വിഷയം പലവട്ടം സഭയിൽ ചർച്ച ചെയ്തതാണ്. മാത്രവുമല്ല, സർക്കാർ ഈ പ്രതികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. മോചിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ഈ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി. തുടർന്ന് പ്രതിപക്ഷ നേതാവ് തെളിവ് സഹിതം ഈ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ കത്ത്, ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട കത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇത് തെളിവാണ് സർക്കാർ പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ സ്പീക്കർ പ്രസംഗം തടഞ്ഞു. ഈ വിഷയം സംസാരിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു. തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. സ്പീക്കർക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്. ഇക്കാര്യത്തിൽ അവതരണാനുമതി നൽകാനുള്ള അവസരം പോലും നിഷേധിച്ചു എന്ന് പറയുമ്പോൾ കെ രമയ്ക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല എന്നാണോ? നികേഷ്, അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒരു കാരണവശാലും നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് സ്പീക്കർ എത്തിയതുകൊണ്ട് തന്നെ ഇതിൽ പ്രതിപക്ഷത്തിന് കൂടുതൽ സംസാരിക്കാൻ എന്താണ് നിയമസഭയിൽ നടന്നത് എന്ന് കാണാം. ഞാൻ റോഷിപാലിലേക്ക് തിരികെ എത്തുന്നുണ്ട്. വെബ്കാസ്റ്റ് കാണാം. ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. ഇത് ഈ പ്രതിപക്ഷത്തിൻ്റെ ബഹളത്തിനിടയിൽ വീണുപോകേണ്ട ഒരു കാര്യമല്ല സാർ. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ തൊഴിൽ മേഖലകളിൽ ഒന്നാണ് സാർ മോട്ടോർ തൊഴിലാളി മേഖല. സംബന്ധിച്ചാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കാനുള്ള നീക്കം ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന്, എന്നാൽ അംഗം ആവശ്യപ്പെടുന്ന പക്ഷം ഇക്കാര്യം സബ്മിഷനായി ഉന്നയിക്കാൻ അനുമതി നൽകുന്നതാണ്. സാർ, ഒന്ന് ഞങ്ങൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ സർക്കാർ പറയേണ്ട ഒരു മറുപടി,
അങ്ങ് ബഹുമാനപ്പെട്ട ചെയർ പറഞ്ഞതിൻ്റെ അനൗചിത്യം ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടുന്നു. 1. 2, വളരെ കൃത്യമായ കാര്യങ്ങൾ സർക്കാർ, ജയിൽ സൂപ്രണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോലീസ് കമ്മീഷനോട് റിപ്പോർട്ട് ചോദിച്ച് റെമിഷൻ്റെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് കൊടുത്ത കത്ത് തെളിവായി ഞങ്ങളുടെ കയ്യിലുണ്ട്. 2, ഈ റെമിഷൻ കൊടുക്കേണ്ട, ശിക്ഷാ ഇളവ് കൊടുക്കേണ്ട ആളുകൾക്ക്, ആ വ്യക്തികൾക്ക്, ജയിൽ പുള്ളികൾക്ക് അവരുടെ ബന്ധുക്കളിൽ നിന്നും, ഇരകളായി മാറിയവരുടെ ബന്ധുക്കളിൽ നിന്നും കൂടി അഭിപ്രായം രേഖപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാനൂർ പോലീസ് അടക്കമുള്ള, പോലീസ് അടക്കമുള്ള, പ്ലീസ് അങ്ങയോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാം. അങ്ങേക്ക് ആവശ്യമായ പരിഗണന എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതെ, അങ്ങേക്ക് എല്ലാ ബഹുമാനവും എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് സംസാരിക്കാൻ പറ്റില്ല. ഈ ഫ്ലോറിനകത്ത് എത്രയോ തവണ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു. ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ. ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. മറ്റേ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടലാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവിനെ സ്പീക്കർ എൻ ഷംസീർ അനുവദിക്കാതിരിക്കുന്നത് നമ്മൾ കണ്ടു. TP കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കാനുള്ള നീക്കം നിയമസഭയിൽ ഉന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷം. ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ചോദ്യം ചെയ്താണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. KK രമ നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല. സർക്കാർ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നുവെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോരുണ്ടായി. സ്പീക്കർ പറഞ്ഞത് ഇത്തരം നടന്നിട്ടില്ല എന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ല എന്നാണ്. ഒപ്പം തന്നെ സബ്മിഷനായ വിഷയം അവതരിപ്പിക്കാവുന്നതാണ് നോട്ടീസ് നൽകുകയാണെങ്കിൽ എന്നും എൻ ഷംസീർ കൂട്ടിച്ചേർക്കുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. സ്പീക്കർക്കെതിരെ പക്ഷേ പ്രതിപക്ഷം രംഗത്തെത്തി. ശുപാർശക്കത്തടക്കം തെളിവ് കയ്യിലുണ്ടെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുകയും ആ തെളിവ് ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. റോഷിപാൽ തുടരുന്നുണ്ട് നമ്മോടൊപ്പം. റോഷിപാൽ, അതോടുകൂടി, അതായത് സബ്മിഷനും നോട്ടീസ് നൽകിയാൽ അവതരിപ്പിക്കാൻ അനുമതി നൽകാമെന്ന് സ്പീക്കർ പറഞ്ഞതോടുകൂടി ആ വിഷയം കെട്ടടങ്ങിയോ? നികേഷ്, ഇപ്പോഴും സഭയിൽ നടുത്തളത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുന്നു. സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധമുയർത്തുന്നത്. ഈ അടിയന്തര പ്രമേയ നോട്ടീസിൽ സർക്കാർ നൽകേണ്ട മറുപടി അത് സ്പീക്കർ നൽകിയതിലെ അനൗചിത്യമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടിയത്. ഈ തെളിവ് കത്ത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് ജയിൽ സൂപ്രണ്ട്, കണ്ണൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ ആ കത്താണ്. ആ കത്തിൽ കൃത്യമായി പറയുന്നു ഈ പ്രതികൾക്ക്, അതിൽ ഏതാണ്ട് വളരെ കൂടുതൽ പ്രതികളുണ്ട്. അതിൽ 3 TP ചന്ദ്രശേഖരനിലെ കേസിലെ കൊലയാളി സംഘം ശിക്ഷിക്കപ്പെട്ട, ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതികൾ, അവരെ ജയിൽ മോചിപ്പിക്കാൻ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് അയച്ച കത്ത്, ആ കത്തിൻ്റെ പകർപ്പ് സഭയ്ക്കകത്ത് ഉയർത്തിയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങിയത്. തനിക്ക് സംസാരിക്കാൻ അനുവദിക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും പറയാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് നോട്ടീസ് പോലും പരിഗണിക്കാൻ പറ്റാത്ത വിഷയം, അത് സംസാരിക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്പീക്കർ സ്വീകരിച്ചു. അതുകൊണ്ടാണ് സ്പീക്കർക്കെതിരെ പ്രതിഷേധവുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. ഏതായാലും സ്പീക്കർ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ, ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് സഭാ നടപടികൾ നീങ്ങിയതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് കുതിച്ചു. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. സ്പീക്കർക്കെതിരെയാണ് മുദ്രാവാക്യം, സർക്കാരിനെതിരെയാണ് മുദ്രാവാക്യം. ഇപ്പോഴും ശക്തമായ പ്രതിഷേധം നിയമസഭയ്ക്ക് തുടരുന്നു. മറുഭാഗത്ത് ശ്രദ്ധ ക്ഷണിക്കൽ, സഭാ നടപടിക്രമങ്ങൾ തുടരുന്നുണ്ട്. പലപ്പോഴായി പ്രതിഷേധമുയർത്തുമ്പോൾ പ്രതിഷേധം നിർത്തി ഇരിപ്പിടത്തിലേക്ക് പോകാൻ സ്പീക്കർ പ്രതിപക്ഷാംഗങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. നികേഷ്, ശരി. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകുന്നത്.